ചക്കക്കുരുവിന്റെ തൊലി നമ്മൾ എന്ത് ചെയ്യും സാധാരണ? എന്നാ ചക്കക്കുരുവിന്റെ തൊലി സാധാരണ കളയുന്ന പതിവ് അതിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് ഒരു കാര്യം. അവ കളയരുത് എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് കാരന്തൂർ സ്വദേശിനിയായ ഒരു വീട്ടമ്മ. അതിന് ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? അതിമനോഹരമായ പൂക്കളാണ് ഈ ചക്കക്കുരുവിന്റെ തൊലിയിൽ നിന്ന്. ചക്കക്കുരു പൂക്കളുടെ കാഴ്ചയിലേക്കാണ്. അതെ. ഇതെല്ലാം ചക്കക്കുരുവിന്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ അതാണ് യാഥാർത്ഥ്യം. മുല്ല, റോസ്, സൂര്യകാന്തി തുടങ്ങി വ്യത്യസ്ത തരം പൂക്കളാണ് റോസമ്മ നിർമ്മിക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്നവയാണ് 69-കാരിയായ ഈ വീട്ടമ്മയുടെ പൂക്കൾ. കൈ കിട്ടുന്ന എന്ത് വസ്തുക്കൾ കൊണ്ടും ഞാൻ പൂക്കളുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം ചക്കക്കുരു കണ്ടപ്പോൾ അതിൻ്റെ തോടും കൊണ്ട് പൂക്കളുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി. ആദ്യം എനിക്ക് ഒരു തരം പൂവ് ഉണ്ടാക്കാനേ അറിയാമായിരുന്നുള്ളൂ. പിന്നെ പല പ്രാവശ്യമായി ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ പലതരം പൂക്കളുണ്ടാക്കാൻ പറ്റിയത്. ആദ്യം ഞാൻ 100 നിറങ്ങളിൽ 1000 പൂക്കൾ ഒരു ചട്ടിയിൽ അറേഞ്ച് ചെയ്ത് അത് വിറ്റിരുന്നു. അതിന് എനിക്ക് 10,000 രൂപ കിട്ടിയിരുന്നു. ഇത്തരം നിർമ്മാണങ്ങൾക്ക് പുറമെ ഇതെല്ലാം എങ്ങനെ തയ്യാറാക്കാം എന്ന് വിവരിക്കുന്ന പുസ്തകവും ഇവർ രചിച്ചിട്ടുണ്ട്. വാടാമലർ, ചക്കയിൽ വിരിയുന്ന പൂക്കൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. 100ലും കൂടുതൽ തരം പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ചക്കക്കുരുവിൻ്റെ തോട് എടുക്കാമെന്നോ എങ്ങനെയാണ് പൂക്കൾ ആക്കി മുറിച്ചെടുക്കുന്നത് എന്ന എല്ലാം പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. സർക്കാർ സർവീസിൽ നഴ്സായിരുന്ന റോസമ്മ 2011-ലാണ് വിരമിച്ചത്. ഭർത്താവ് അലക്സ്, മകൻ റോബി അലക്സ് എന്നിവർക്കൊപ്പം പിന്തുണയുമായി സുഹൃത്തുക്കളും കൂടെയുണ്ട്. ഭാവനയും അല്പം പരിശ്രമവും മനോഹരമായ പൂക്കളുടെ നിർമ്മാണത്തിലൂടെ വിസ്മയം തീർക്കുകയാണ് ഈ വീട്ടമ്മ. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കാരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.